എൻ്റെ കാലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയുണ്ട്. ഇനിയിപ്പം ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ കാല് ഞാൻ ഇച്ചിരി ചരിഞ്ഞാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോയി. ഞാൻ സിസ്റ്റർ ജിനു, കട്ടാങ്ങൽ ലൂമിന കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറപ്പി സെൻറ്റർ എന്ന ക്ലിനിക്കിൽ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വർഷം മുമ്പാണ് എൻ്റെ കാലിന്, അത് ഇടതുകാലിന് ഭയങ്കരമായിട്ടുള്ള വേദന തുടങ്ങിയത്. ഞാൻ ഡോക്ടർ സജിത് കുര്യൻ സാറിനെ വന്ന് കണ്ടു. ഞാൻ തിരിച്ചു പോയി. ഡോക്ടർ പറഞ്ഞ പോലെ മെഡിസിനൊക്കെ കഴിച്ചു. പക്ഷേ ഭയങ്കരമായിട്ടുള്ള നീര് പിന്നെയും വന്നു. കുറച്ച് എൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ നീരെല്ലാം കൂടി പിന്നെ വീണ്ടും സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, നമുക്ക് ഇത് കുറച്ചുകൂടി നല്ലത്, നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യാവുന്നതാണ്. അപ്പോൾ റോബോട്ടിക് സർജറി ഒന്നും എനിക്കൊരു വ്യക്തമായ ധാരണയോ ഒന്നും അതിനെപ്പറ്റി ഇല്ലായിരുന്നു. പിന്നെ സാറത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പം മറ്റാർക്കും കിട്ടാത്തൊരു വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടുന്നത്, ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാവരും എൻകറേജ് ചെയ്തു, ഏതായാലും ചെയ്യുവാണ്, അപ്പം ചെയ്യുമ്പോൾ നല്ലതായി ചെയ്യണം, നല്ല എഫക്റ്റ് കിട്ടണം, നല്ല ആരോഗ്യം കിട്ടണം എന്നൊക്കെയാണ്. സിസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സിസ്റ്ററാണ്. വളരെ ഒരു മോട്ടിവേഷണൽ ടോക്കറും ഭയങ്കര എല്ലാവർക്കും ഒരു എനർജി പകർന്നു തരുന്ന ആളാണ്. അതുകൊണ്ട് സിസ്റ്ററിൻ്റെ കേസിൽ ട്രഡീഷണൽ സർജറിനേക്കാളും ഞങ്ങൾ ചൂസ് ചെയ്ത് റോബോട്ടിക് സർജറിയാണ്. റോബോട്ടിക് സർജറിയുടെ പല അഡ്വാൻറ്റേജുകളാണ് ഇതിന് കാരണം. റോബോട്ടിക് സർജറിയിൽ നമുക്ക് ഇംപ്ലാന്റ് മുട്ടിൻ്റെ അകത്ത് വെക്കുന്ന കൃത്രിമ മുട്ട് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട്, കുറച്ചുകൂടി വളരെ നന്നായിട്ട് അതിൽ കറക്റ്റ് പൊസിഷനിൽ സിസ്റ്ററിൻ്റെ പഴയ അനാട്ടമി, പഴയ കാലം എങ്ങനെയാണോ ഏകദേശം അതേ രൂപത്തിൽ തന്നെ നമുക്ക് റീമേക്ക് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ സർജറിനേക്കാളും വളരെ ബെനഫിഷ്യലായിട്ടാണ് നമുക്കിതിൽ റോബോട്ടിക് നീയിൽ ഇത് ചെയ്യാൻ പറ്റുക. രണ്ടാമത്, നമ്മുടെ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റിൽ ബോൺ കട്ട്സും സോഫ്റ്റ് ടിഷ്യൂ ഡിസെക്ഷനും, അതായത് മുറിവിൻ്റെ അകത്ത് എല്ല് കട്ട് ചെയ്യുന്നതും അതിൻ്റെ അകത്തൂടെ സോഫ്റ്റ് ടിഷ്യൂ ലിഗമെൻറ്റുകൾ റിലീസ് ചെയ്യുന്നതൊക്കെ വളരെ മിനിമലാണ്. അത് കാരണം പെയിൻ വളരെ കുറവായിരിക്കും സാധാരണ സർജറിനേക്കാളും. അപ്പം നമുക്ക് സർജറി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ പതുക്കെ നടക്കാൻ ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും പെയിൻ കുറയുന്നതിനനുസരിച്ച്. മൂന്നാമത്, ഇത് ചെറിയ ഡിസെക്ഷൻ നടക്കുന്നതിൽ ബ്ലഡ് ലോസ് വളരെ കുറവായിരിക്കും. പേഷ്യൻറ്റിന് വളരെ പെട്ടെന്ന് നമ്മുടെ ആക്ടിവിറ്റീസിലേക്കെല്ലാം തിരിച്ചു വരാൻ പറ്റുകയും കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറവാവുകയും മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യും ചെറിയ ഇൻസിഷൻ ആയതുകൊണ്ട്. ആദ്യം സർജറിക്ക് ശേഷം എനിക്കൊരു കുറച്ച് വേദന ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഉള്ള ഡോക്ടറിൻ്റെ ഇടപെടലുകൾ, ഡോക്ടറിൻ്റെ സജഷൻസ്, ഡോക്ടർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫിസിയോതെറപ്പി സെഷൻസ്, ഇതെന്നെ വളരെ അധികം എന്നെ ധൈര്യത്തോടെ നടക്കാനായിട്ടും ഓടാനായിട്ടും ഇപ്പം എനിക്ക് സാധിക്കും. ഒരു 5 മാസമായി സർജറി കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ തികച്ചും കോൺഫിഡൻ്റാണ്. സർജറി കഴിഞ്ഞ് ഒരു ദിവസം ആയപ്പോഴേക്കും ഞാൻ എന്നെ പതുക്കെ നടത്താൻ തുടങ്ങി. ഞാൻ അതിനുശേഷം ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കിന്, ഒരാഴ്ചയല്ല 5 ദിവസം, 5-ാമത്തെ ദിവസം തൊട്ട് സ്റ്റെപ്പ് കയറ്റി ഡോക്ടർ തന്നെ എന്നെ സ്റ്റെപ്പ് കയറ്റുകയും ഇറക്കുകയും ചെയ്തു. അതിനുശേഷം നല്ല രീതിയിൽ ഒരു മാസത്തിൽ തന്നെ, ഒരു മാസം ആയപ്പോഴേക്കും ഒരുവിധം നല്ലപോലെ നടക്കാനായിട്ട് തുടങ്ങി. പിന്നെ 2 മാസമായപ്പോൾ ഞാൻ സ്കൂട്ടി യാത്ര ചെയ്യുമായിരുന്നു. സ്കൂട്ടിയൊക്കെ എടുക്കുകയും റോഡിൽ കൂടെ തന്നെ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് വരികയും പോവുകയൊക്കെ ചെയ്തു. പിന്നെ ബസ്സിൻ്റെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി, ഇറങ്ങാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര ധൈര്യത്തോടെ തന്നെ. പലരും പറയുമായിരുന്നു, വേണ്ട ഇപ്പം ബസ് കയറാറായിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് ബസ് കയറാനും ഇറങ്ങാനും സ്കൂട്ടി ഓടിച്ചു യാത്ര ചെയ്യാനും ഒക്കെ നല്ല ധൈര്യമായി. എന്തുകൊണ്ടും ഈ സർജറി കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇത്ര ഒരു നല്ല രീതിയിൽ വളരെ ധൈര്യപൂർവ്വം നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സർജറിയാണ്. തികച്ചും ഈ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഞാൻ നന്നായി കടപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ സജിത് കുര്യൻ സാറിനോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ പുരോഗതിയിലേക്ക് വരട്ടെ, അനേകർക്ക് കാലുകൾക്ക് ശക്തി കൊടുക്കാൻ ഈ സർജറിയും അതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റും ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.